നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ താനടക്കമുള്ളവർ നേരിടുന്ന ഗുരുതര തൊഴിൽ വിവേചനവും ലൈംഗിക അതിക്രമവും വെളിപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി മേക്കപ്പ് ആർട്ടിസ്റ്റ് ശിവപ്രിയ മനീഷ്യ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കും മേക്കപ്പ് ഡിസൈനർ മിറ്റ ആന്റണിക്കും എതിരായ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. 2014 സജി കൊരട്ടി എന്ന മേക്കപ്പ് മാനിൽ നിന്നുണ്ടായ ലൈംഗിക ആക്രമണം സഹിക്കാൻ വയ്യാതെ ഫെഫ്കയ്ക്കുള്ളിൽ മേക്കപ്പ് സംഘടനയിൽ പരാതി കൊടുത്തിട്ടും യാതൊരു തരത്തിലും ഫലമുണ്ടായില്ലെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ മഞ്ചലി എന്ന വ്യക്തി ഒരു 4 വയസ്സുകാരി പീഡിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്താണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന് ഇവർ വിചാരിക്കുന്നത്? പേടി കൂടാതെ എന്നാണ് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുക? സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ തുറന്ന പറച്ചിലാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലും ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് ശിവപ്രിയ മനീഷ്യ കുറിച്ചു. മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സർ, ഞാൻ ശിവപ്രിയ മനീഷ്യ ചലച്ചിത്ര സംഘടനയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. 2009 തുടക്കം. ആ സമയം ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടായിരുന്നു തുടക്കം. 2014 എനിക്ക് സജി കൊരട്ടി എന്ന മേക്കപ്പ് മാനിൽ നിന്ന് ലൈംഗിക ആക്രമണവും ഹരാസ്മെന്റും സഹിക്കാൻ വയ്യാതെ ഫെഫ്കയ്ക്കുള്ളിലുള്ള മേക്കപ്പ് സംഘടനയിൽ പരാതി കൊടുക്കുകയും യാതൊരു തരത്തിലുള്ള ഫലമൊന്നും കണ്ടില്ല. ഇതിനെ തുടർന്ന് മെയ് 1 ജനറൽ ബോഡിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വീണ്ടും പരാതിപ്പെടുകയും ചെയ്തു. ഫലം വിഫലം. ആകെ നിരാശ മാത്രം. ജോലി നഷ്ടമായിക്കൊണ്ടിരുന്നു. നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വർക്കിൽ കൂടെ ഊട്ടിയിലേക്ക് പോയി 65 ദിവസം വർക്ക് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആർക്കാണെന്ന് ചോദിക്കുകയും ഇതിനെ എതിർത്തപ്പോൾ എന്നെ വർക്കിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇവരും ഇവരുടെ കൂടെ കൂട്ടാളികളും ചേർന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് ചെയ്തു. എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരും നല്ല കമൻറ്റുകൾ ഇട്ടതിനെ തുടർന്ന് ഭൂരിഭാഗം പേരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫെഫ്കയ്ക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന് ഭയന്ന് വനിതാ സംഘടന എന്ന രൂപേണ ഒരു പ്രഹസനം. ഒറ്റ ദിവസം തന്നെ വനിതാ സംഘടനയുടെ ജനനവും മരണവും. ഇതിന് കാരണം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഇത് തകർത്തത്. അവരുടെ അധികാരമോഹവുമാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഈഗോയും ഇരട്ടത്താപ്പും ഈ സംഘടനയെ ഇല്ലാതാക്കി കളഞ്ഞു. സിനിമാ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് വീണ്ടും നിരാശ മാത്രം. ചലച്ചിത്ര മേഖലയിലുള്ള സ്ത്രീകൾ പ്രതിസന്ധിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി ഹേമ കമ്മീഷൻ രൂപീകരിച്ചു. ചലച്ചിത്ര മേഖലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്ത്രീകൾ കമ്മീഷന് മുമ്പാകെ തുറന്ന പറച്ചിലുകളും പരാതികളും നൽകി. പ്രതീക്ഷയോടെ 5 വർഷത്തെ കാത്തിരിപ്പ്. 2024 റിപ്പോർട്ട് പുറത്തുവിട്ടു. മരുഭൂമിയിലെ മഴത്തുള്ളി പോലെ ചലച്ചിത്ര തൊഴിലാളികളായ സ്ത്രീകൾക്ക് വീണ്ടും ഒരു ആശ്വാസം. വീണ്ടും അവർ ധൈര്യത്തോടുകൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയും തുറന്ന പറച്ചിൽ നടത്തുകയും ചെയ്തു. തുടർന്ന് ഈ പ്രശ്നം ഫെഫ്കയ്ക്കുള്ളിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാലും വീണ്ടും ഫെഫ്കയുടെ വനിതകളുടെ കൂട്ടായ്മയാണെന്ന് വിളിച്ചു വരുത്തി ഫെഫ്ക അണ്ടറിലുള്ള 21 യൂണിയനിലെ സെക്രട്ടറിമാരെയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി ഇവരെ വീണ്ടും അപമാനിച്ചു. ഇതിൽ ബി ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമല്ല, മറിച്ച് അവരുടെ വീരസാഹസിക കഥകളായിരുന്നു. ആ പ്രസംഗത്തിൽ സഹപ്രവർത്തകയായ സ്ത്രീകൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സംസാരിക്കാൻ തുടങ്ങി. പരാതി കൊടുത്ത സ്ത്രീകളെ അത്രയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും മാനഹാനി വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അവർ പറയുന്ന ഒരു വാക്ക് മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വാക്ക് തർക്കമുണ്ടായി. അവരെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ ആ മീറ്റിംഗ് അവിടെ അലസിപ്പിരിഞ്ഞു. 2 ദിവസത്തിനു ശേഷം ഭാഗ്യലക്ഷ്മിയെ അനുകൂലിക്കുന്ന 2-3 സ്ത്രീകളെ ക്ലാസ് കൊടുത്ത് പത്രസമ്മേളനം നടത്തി വീണ്ടും അവർ അധിക്ഷേപിക്കുകയും അവരെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് നയിക്കുകയും ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് ഒരു വശത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഈ സിനിമാ സംഘടനയിലെ ചലച്ചിത്ര തൊഴിലാളികളായ സ്ത്രീകളെ വളരെ വലിയ രീതിക്ക് അപമാനിക്കുകയാണ് ഇവിടുത്തെ സംഘടനാ മേധാവികൾ. ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ മഞ്ചലി എന്ന വ്യക്തി ഒരു 4 വയസ്സുകാരി പീഡിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്താണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന് ഇവർ വിചാരിക്കുന്നു? പേടി കൂടാതെ എന്നാണ് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുക? സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിലാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലും ആത്മഹത്യയുടെ വക്കിലുമാണെന്നാണ് കത്തിലുള്ളത്.